കേരളം എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ഓർക്കുക, 7 മാസക്കാലമായി വാഹനമില്ല, ലൈസൻസുമില്ല. ജനവഞ്ചനയാണ് നടക്കുന്നത്. കോട്ടയത്തിന്റെ ആദരണീയനായ പ്രിയങ്കരനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഇന്ന് കേരളത്തിലെ 14 RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. ഇത് ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് അവരിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നടത്തുന്നതോടൊപ്പം തന്നെ കോട്ടയം കളക്ടറേറ്റിലേക്ക്, അതുപോലെ കോട്ടയം RTO ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഒന്ന് കാണാം. സമയം പോസ്റ്റൽ ചാർജും വകമാറ്റി ചെലവഴിച്ച ജനങ്ങളെ വഞ്ചിച്ച സർക്കാരെ, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? പറയൂ പറയൂ സർക്കാരെ. പ്രതിഷേധ സമരം സിന്ദാബാദ്, ധർമ്മ സമരം സിന്ദാബാദ്, സംയുക്ത സമരം സിന്ദാബാദ്, RTO ഓഫീസ് മാർച്ച് സിന്ദാബാദ്. 7 മാസക്കാലമായി ആർസിയുമില്ല, ലൈസൻസുമില്ല. ക്യാമറ മാത്രം RC അയക്കും അധികാരികളെ. നടക്കട്ടെ. സമരം സിന്ദാബാദ്. കേറി വരിക. ഇന്ന് ആർക്കും കൊടുത്ത് കിട്ടുന്നാരോ പറഞ്ഞു. മാസക്കാലമായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഉപജീവനമാർഗം നടത്തുന്ന തൊഴിലെതിരെയാണ് ഈ പ്രകടനവും പ്രതിഷേധവും. കടമെടുക്കാൻ മാത്രം വാവിളിക്കുന്ന ഒരു ധനകാര്യമന്ത്രിയും, ടൂർ പോകാൻ മാത്രം ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും, നുണ പറയാൻ മാത്രമുള്ള ഒരു ഗതാഗത മന്ത്രി പ്രസിഡന്റായിരുന്ന ഷിബു കടപുഴ പ്രതിഷേധം അർപ്പിക്കാനായിട്ട് പ്രതിഷേധം അർപ്പിച്ചുകൊണ്ട് ഈ നറുടോണിൽ ശയനപ്രതിഷ്ഠാനം നടത്തിയാണ് ഈ ബഹുജന റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധനായ സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു കടപുഴ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ശയന പ്രദക്ഷിണം നടത്തിയാണ് ഇന്നത്തെ ഈ ധർണയുടെ പ്രതിഷേധം അറിയിക്കുന്നത്. 7 മാസക്കാലമായിട്ട് വാഹന ഉടമകൾക്ക് ലൈസൻസുമില്ല, RCയുമില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയായിട്ടാണ് ഈ വഞ്ചനക്കെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം. ടൂറുപോകാൻ മാത്രം ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും, ജനങ്ങളെ ക്യാമറ പിഴ കൊണ്ടും ഫയൽ കൊണ്ടും അടയ്ക്കുന്ന ഒരു ഗതാഗത മന്ത്രിയും ഉള്ളപ്പോൾ ഈ കേരളം എങ്ങനെ രക്ഷപ്പെടും? പ്രിയരെ, നിങ്ങൾ പറയൂ, അതിനെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം. RC ബുക്ക് ഉടമയുടെ അവകാശമാണ്, സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ നടക്കുന്ന പറയൂ സർക്കാരെ, പറയൂ സർക്കാരെ. സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ASUV സിന്ദാബാദ്, എവിടെ
ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? പറയൂ പറയൂ സർക്കാരെ. അന്നം തരുന്നൊരു തൊഴിലിനെ സംരക്ഷിക്കാൻ കവചം തീർക്കാൻ സംരക്ഷിക്കാൻ കവചം തീർക്കാൻ ഒരുമിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഒരുമിച്ചൊന്നായി ഒറ്റക്കെട്ടായി ആസിയായിക്കൂ അധികാരികളെ ആസിയായിക്കൂ അധികാരികളെ KSUBD സിന്ദാബാദ് UAPS സിന്ദാബാദ് UAPS സിന്ദാബാദ് സംയുക്ത സമരം സിന്ദാബാദ് ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ അവകാശമാണ് പറയൂ പറയൂ സർക്കാരെ പറയൂ പറയൂ സർക്കാരെ പ്രശാസനം സിന്ദാബാദ് നശിക്കുന്നേ അന്നം തരുന്നൊരു തൊഴിലിനെ അന്നം തരുന്നൊരു തൊഴിലിനെ സംരക്ഷിക്കാൻ കവചം തീർക്കാൻ സംരക്ഷിക്കാൻ കവചം തീർക്കാൻ ഇതാ വരുന്നു മുന്നോട്ട് ആർസിയുമില്ല ലൈസൻസുമില്ല വാഹന വിപണന മേഖലയാകെ ദുരിതം പേര് നശിക്കുന്നേ ദുരിതം പേര് നശിക്കുന്നേ ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനും KSUBDയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബിജോയ് വാക്കാട് അവരുടെ അദ്ദേഹത്തെ ഈ ധർണാസമരത്തിന്റെ പേരിൽ ഏറ്റവും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് എത്തിയിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള കോട്ടയത്തിന്റെ ആദരണീയനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹത്തെയും ഈ ധർണാ സമരത്തിന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ യോഗത്തില് മുഖ്യപ്രഭാഷകനുമായ ശ്രീ സോണി വലിയകാപ്പിൽ അവர்களാണ്. അദ്ദേഹത്തിന് ഈ ധർണാ സമരത്തിന്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിന് സമര സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് വെഹിക്കിൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ K നസീർ അവരുടെ ഈ ധർണയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന KSUBDയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബേബി വർഗീസ് അവർ അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂത്ത് വെഹിക്കിൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ പരിക്കൊച്ചു വെളിയത്ത് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ജില്ലയുടെ KSUBDയുടെ കോട്ടയം ജില്ലയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ഷിബു KV കടമ്പുഴ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂത്ത് വെഹിക്കിൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ രക്ഷാധികാരി ശ്രീ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റും കോട്ടയം താലൂക്കിന്റെ ആദരണീയനായ പ്രസിഡന്റുമായ ശ്രീ KL പ്രസാദ് അവരുടെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തില് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന കോട്ടയം ജില്ലയുടെ ട്രഷറർ ശ്രീ മാത്യു വർഗീസ് അവരുടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് കാലാവസ്ഥ പോലും പ്രതികൂലമാകുന്ന ഒരു പ്രതീക്ഷിച്ച ഒരു സാഹചര്യത്തിലും ഈ സംഘടനയുടെ നേതൃത്വത്തിന്റെ ഉൾവിളികൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കുന്നതിനായി കോട്ടയം നഗരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും മുഴുവൻ ബഹുജനങ്ങളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. താലൂക്ക് ഭാരവാഹികൾക്കും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വാഹന വ്യാപാരം. ഈ സമരം ഒരു രാഷ്ട്രീയ സമരമല്ല, സംഘടന രാഷ്ട്രീയത്തിന് അതീതമാണ്. ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഒരു ആർസി ബുക്കിനുള്ള ഫീസ് അടച്ചു കഴിഞ്ഞാൽ ബുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുകയില്ല എന്നുള്ളത് എവിടുത്തെ ന്യായമാണ്? ജനങ്ങളുടെ കയ്യിൽ 245 രൂപ വീതം ഒരു ആർസി ബുക്കിന് സർക്കാർ മേടിച്ചെടുത്തിട്ട് അത് വേറെ വകുപ്പിലേക്ക് വരവായി ചെലവ്
വഴി വിട്ട് നടക്കുന്ന വണ്ടി വാഹന ഉടമകൾ എങ്ങനെ സർക്കാർ മുമ്പോട്ട് ഇങ്ങനെ പോയാൽ ജനങ്ങളെ നയിക്കും? ഒരു വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്ക് ലഭിക്കുകയില്ലെങ്കിൽ പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് ഒരു വാഹനത്തിനുള്ളത്? ഒരു വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിം മേടിക്കണമെങ്കിൽ വാഹനത്തിന്റെ RC ബുക്ക് വേണം. ഒരു വാഹനത്തിന്റെ RC ബുക്ക് ലഭിക്കണമെങ്കിൽ സൈറ്റിൽ പോയി നോക്കിക്കൊള്ളാനാണ് പറയുന്നത്. എന്താണ് സൈറ്റിലുള്ളത്? വാഹനത്തിന്റെ പേര്, കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമോ? ഒന്നും കിട്ടും. കോൺഗ്രസ് അസോസിയേഷൻ സംഘടനയുടെ പേരിൽ ഇന്ന് 10 മണി മുതൽ എല്ലാ ജില്ലാ RTOയിലേക്കും നമ്മൾ ധർണയും പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് കണ്ടിട്ടും അധികാരികളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മൾ അതിശക്തമായിട്ട് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വാഹന വ്യാപാരം. കാണുന്നില്ലേ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ കാണുന്നില്ലേ ഈ മനുഷ്യൻ, ഈ ഫ്ലക്സിന് താഴെ ഈ കിടക്കുന്ന ഈ മനുഷ്യൻ? ഇത് വെറും ഒരു ആളെ കാണിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തകർ അവരോടുള്ള എന്താ പറയുക കാര്യങ്ങൾ പിടിച്ചു പറ്റാനോ അല്ല, മറിച്ച് ഈ സമരം വെറും സമരമല്ല, ഇതൊരു തുടക്കമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ ശയനപ്രതിഷേധം നടത്തി എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമരം നിങ്ങളെല്ലാവരും ഒരു അസോസിയേഷന്റെ മാത്രമായി കാണാതെ പൊതുജനങ്ങളുടേത് മാത്രമായി കണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം അണിചേരണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷനിൽ കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ വർഗവർണ്ണമോ ഇല്ല. 40,000-ഓളം മെമ്പർമാർ പ്രത്യക്ഷമായും ഇവരെ ആശ്രയിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവിക്കുന്നത്. സംഘടന ഇന്ന് സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് RC ബുക്ക് ഔദാര്യമല്ല, സർക്കാരിന്റെ ഔദാര്യമല്ല. RC ബുക്ക് RC ഉടമകളുടെ അവകാശമാണെന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ന് RTO ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 1-2 വിഷയങ്ങൾ സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കഴിഞ്ഞ 10 മാസക്കാലമായി RC ബുക്ക് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചുകൊണ്ടും RTO ഓഫീസിലെ RTO വർക്കുകൾക്കും ഫൈൻ അടയ്ക്കുന്നതിനും OTP സംവിധാനത്തിനുള്ള ടെക്നോളജി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികൾക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള അശാസ്ത്രീയമായ നിയമനിർമ്മാണത്തിനെതിരെയുമാണ് ഇന്ന് സംഘടന സമരമുഖത്ത് നിൽക്കുന്നത്. RC ബുക്ക് RC ഓണറുടെ അവകാശമാണ്. ഒരു വാഹന ഉടമ വാങ്ങുമ്പോൾ ആ വാഹന ഉടമയ്ക്കുള്ള രേഖയാണ് RC ബുക്ക്. ഈ വിഷയങ്ങളൊന്നും പലതവണ മീഡിയയിൽ പറഞ്ഞിട്ട് മീഡിയ ഇത് ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങ് തിരുവനന്തപുരത്ത് മേയർ ഒരു ഡ്രൈവറെ വഴിയിൽ തടഞ്ഞത് ഇന്ന് കേരളം മുഴുവനും ലോകം മുഴുവനും മീഡിയ പ്രചരിപ്പിച്ചു. പാവപ്പെട്ട ലക്ഷക്കണക്കിന് സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികളും സെക്കൻഡ് ഹാൻഡ് വാഹനം എവിടെയും തകർച്ചയിലാണെന്ന് പലവട്ടം മീഡിയയെയും സർക്കാരിനെയും അറിയിച്ചിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ മുന്നോട്ട് വരാത്ത മീഡിയ, നിങ്ങൾ എവിടെ? ലക്ഷക്കണക്കിന് സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികൾ കടക്കണിയിലായിരിക്കുകയാണ്. കടമെടുത്തും ഓടിയെടുത്തും പണം പലിശക്കുമെടുത്ത് സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികൾ കച്ചവടം ചെയ്ത് സർക്കാരിൽ നിന്നും യാതൊരുവിധ വേതനങ്ങളും കൈപ്പറ്റാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നത്. ഈ RC ബുക്ക് ഇല്ലാത്ത കാരണം സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി സ്തംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വാങ്ങാൻ വരുന്ന സാധാരണക്കാരില് വാഹനം മേടിക്കുന്നതിന് ഒരു 10% പണവുമായിട്ടാണ് സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികളെ സമീപിക്കുന്നത്. ബാലൻസ് തുക ലോൺ ഇടണം. ഫിനാൻസ് കമ്പനിയെ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികൾ ആശ്രയിക്കണം. RC ബുക്കിൽ പേര് നോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ
ആയിരക്കണക്കിന് വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികളുടെ ഷോറൂമിൽ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പലിശ കയറി വീട് വരെ ജപ്തിയായ പലരും ഇന്നിവിടെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ മേടിച്ച് ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ടാക്സി തൊഴിലാളികളുണ്ട്. 3ഉം 4ഉം ഗുഡ്സ് വാഹനങ്ങൾ ഇവിടെ ഉടമകള് അതർ സ്റ്റേറ്റ് പെർമിറ്റ് എടുത്ത് പോകണമെങ്കിൽ ഈ ആർടി ഓഫീസിൽ ഒറിജിനൽ RC ബുക്ക് കൊടുക്കാതെ ഇവര് നമുക്ക് പെർമിറ്റ് തരുമോ? ഈ പെർമിറ്റ് ഇല്ലാതെ RC ബുക്ക് ഇല്ലാതെ എങ്ങനെ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ യാത്ര ചെയ്യും? ഭീമമായ ടാക്സും ഇൻഷുറൻസ് അടച്ചതിന്റെ GSTയും സർക്കാരിന്റെ ഖജനാവിലേക്ക് ഞങ്ങൾ അടയ്ക്കുകയാണ്. അങ്ങനെ അടയ്ക്കുവാൻ പണം കണ്ടെത്താതെ വാഹന ഉടമകൾ നട്ടം തിരിയുന്നു. സർക്കാരെ നിങ്ങൾ കണ്ണു തുറക്കണം. സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയെ സംരക്ഷിക്കണം. മോട്ടോർ വാഹന മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ OTP സംവിധാനം, രജിസ്റ്റേർഡ് ഓണറുടെ ഫോൺ നമ്പറിലേക്ക് OTP പോകുന്നതിനകത്ത് സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരിയെ ഏൽപ്പിച്ചതിന് ശേഷം ഇതിന്റെ RC ഓണർ വിദേശത്ത് പോകും, അതല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ ജോലിക്ക് പോകും. വിളിച്ചു കഴിഞ്ഞാൽ OTP കിട്ടുന്നില്ല. എങ്ങനെ ഈ വണ്ടിയുടെ RC പേര് മാറും? എങ്ങനെ മറ്റൊരാൾക്ക് ക്രയവിക്രയം നടത്തും? അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എങ്ങനെ ഞങ്ങളുടെ കുടുംബം പോറ്റും? സർക്കാരെ നിങ്ങൾ പറയണം. ബ്രോക്കർമാരുടെ തൊഴിലിൽ എവിടെ? ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ ഈ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അവർ പറഞ്ഞു, ഒരു 2 ആഴ്ചക്കകം OTP കാര്യത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഓണർഷിപ്പ് ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാവകാശം തരാം. RC ബുക്ക് അടുത്ത നിയമസഭ കൂടുമ്പോൾ പ്രിന്റിംഗ് സ്റ്റേഷന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുത്തുകൊള്ളാം എന്നുള്ള മോഹന വാഗ്ദാനം തന്നു. ഒരാഴ്ചയായി, 2 ആഴ്ചയായി വാഹന വ്യാപാരികൾ കാത്തിരുന്നു. എല്ലാം ശരിയാക്കാം, ഏതാണ്ടോ ഒന്നിങ്ങ് വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു, എല്ലാം ശരിയാക്കാം, ഒന്നും ശരിയാക്കിയില്ല. ഇതാണ് സത്യം. സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയെ തകർക്കുന്ന തരത്തിലുള്ള കേരള സർക്കാരിന്റെ നയം മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സർക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ എങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കും? ഈ തുകയും സർക്കാർ വകമാറ്റി കുട്ടും കടലെടുത്ത് തീർത്തു എന്ന് വേണം ഈ അവസരത്തിൽ പറയുവാൻ വേണ്ടി. അതേപോലെ തന്നെ മോട്ടോർ വാഹന നിയമ പാലാ ഓഫീസിൽ ചെന്നു. പാലാ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് കോട്ടയത്തെ എൻഫോഴ്സ്മെന്റിൽ പോകണമെന്ന്. ബഹുമാനപ്പെട്ട പൊതുജനങ്ങളെ സർക്കാരിന്റെ ഖജനാവിലേക്ക് മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ പിഴയടയ്ക്കുവാൻ വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരി ഒരു നെയിം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ സുതാര്യമായ രീതിയിൽ വലിയൊരു പ്രശ്നത്തിന്റെ കാര്യമില്ല. നമ്മൾ കാത്തിരിക്കുന്ന നമ്മളുടെ MLA ഏതാനും നിമിഷങ്ങൾക്ക്, ഒരു 10 നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ പുഷ്പാർച്ചനയുണ്ട്. പുഷ്പാർച്ചനയുടെ പരിപാടി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരുമെന്നുള്ളത്. സെക്രട്ടേറിയറ്റിലേക്ക് പോയി അതിന്റെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഷിബു കടമുഴ കിടന്നതുപോലെ എല്ലാ നമ്മളുടെ നേതാക്കന്മാരും ശയനപ്രതിഷ്ഠ നടത്തണം. അതുപോലെ തന്നെ നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് ഈ സമരം വിജയിപ്പിക്കും. അതിനുവേണ്ടി എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ചോടുന്നത് പെരുമാറണം. ഈ അതിൻ്റെ വിശദീകരണങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി തൊട്ട് താഴോട്ട് ബഹുമാനപ്പെട്ട എല്ലാ ആൾക്കാരും ഈ RC ബുക്കിൻ്റെ കിട്ടാത്തതിന് നമ്മൾ ചേർന്ന ഈ പരിപാടി വൻ വിജയമാക്കി തരുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘടന രാഷ്ട്രീയമായ പശ്ചാത്തലമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇതിൻ്റെ നേരിൽ മുന്നിട്ടിറങ്ങാൻ ആരുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോട്ടയമാണ് അക്ഷര നഗരി.
കേരളത്തിൽ അറിയപ്പെടുന്ന അക്ഷരനഗരി കോട്ടയം ജില്ലയാണ്. പക്ഷേ ഒരു മീഡിയ പോലും ഇവിടെ കവർ ചെയ്യാൻ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിസ്സാരമായ ഒരു പരിപാടി നടക്കുമ്പോൾ പോലും കോട്ടയത്തിൻ്റെ നഗരഹൃദയത്തിൽ നടക്കുമ്പോൾ ഇവിടെയുള്ള ചാനലുകാരും ദൃശ്യമാധ്യമങ്ങളെല്ലാം വന്ന് അത് കവർ ചെയ്യുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലായി നടത്തപ്പെടുന്ന ഈ പ്രതിഷേധ മാർച്ചും ധർണയിൽ കോട്ടയത്ത് മാത്രമേ എൻ്റെ മീഡിയകൾക്ക് എത്ര ബുദ്ധിമുട്ട്. ഞങ്ങളും ഇവിടെ മനുഷ്യരല്ലേ. 10 മാസം കാലമായി 10 മാസം കാലമായി ആർസിയുമില്ല, ലൈസൻസുമില്ല, ആർസിയുമില്ല, ലൈസൻസുമില്ല, ക്യാമറ ഫൈനും പിഴയും മാത്രം, ക്യാമറ ഫൈനും പിഴയും മാത്രം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കോട്ടയത്തിന്റെ ആദരണീയനായ പ്രിയങ്കരനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംഘടനയുടെ പേരിലും ഈ സംയുക്ത സമരസമിതിയുടെ പേരിലും അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ ധർണയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. MLAയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സിബി അവറുകളെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ നമ്മുടെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ അവളെ ക്ഷണിക്കും. ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിലെ ഗതാഗത രംഗത്ത് അത്യധികം രൂക്ഷമായ പ്രതിസന്ധികളാണ്. RC ബുക്ക് കിട്ടാതെ എങ്ങനെ പഠിക്കുന്നത് സാമാന്യ ബോധമുള്ള പ്രവൃത്തിയാണ്. ഒരു RC ബുക്കില്ലാതെ ഇക്കല്ലേ അതിൻ്റെ ആധാർ, ആ ആധാരമില്ലാതെ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി നമ്മുടേതാണ് എന്ന് കാണിക്കുന്ന രേഖ RC ബുക്ക്. ആ RC ബുക്ക് കിട്ടാതെ കിട്ടുന്ന എന്നാൽ ഗവൺമെൻറ് വണ്ടിയുടെ എല്ലാം ടാക്സ് മേടിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ കണക്ക് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ 2ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടെ മുൻപ്രവർത്തന ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ നിന്നാണ് ഗവൺമെൻറ് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു സംരംഭം ഈ RC ബുക്കുകൾ കൊടുക്കാതെ ഈ രംഗം എന്തിനാണ് നിശ്ചലമാക്കുന്നത്? പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നത്. RC ബുക്ക് കൊടുക്കണം എങ്കിൽ RC ബുക്ക് പ്രിന്റ് ചെയ്യുന്നിടത്ത് 8 കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 8 കോടി രൂപയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ 800 കോടി രൂപയോളം ഗവൺമെൻറ് വേറെ ഉണ്ടാക്കുകയാണ്. എന്നാൽ പിന്നെ ഈ RC ബുക്ക് കൂടെ കൊടുത്താൽ പോലെ, ഈ 8 കോടി രൂപയും കൊടുത്താൽ പോലെ ഈ രംഗത്ത് എന്തിനാണ് ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കുന്നത്? ബോധപൂർവം ഈ രംഗത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറ്റില്ല. ഇന്ന് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു അനിശ്ചിതത്വം പൂർണ്ണമായി ബാധിച്ചിരിക്കുന്നു. വണ്ടിക്കാർക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത വാഹനം ട്രാൻസ്ഫർ ചെയ്ത് അന്യ സംസ്ഥാനങ്ങളിൽ ഫോട്ടോ കിട്ടിയാൽ പോകട്ടെ. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RC ബുക്ക് തന്നെയല്ലേ. RC ബുക്കില്ലാതെ മുട്ടയിൽ വെച്ച് ഒരു കുറിപ്പടി എഴുതിക്കൊണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതുന്നവരായിരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രംഗത്തുണ്ടായിരിക്കുന്ന ഇന്നത്തെ ഈ സ്തംഭനാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് എടുത്തേ മതിയാവും. ഒരു കാര്യം വളരെ രൂക്ഷമായി നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും ശരി, കേരള ജനസമൂഹത്തിന്റെ പിന്നിലോടുകൂടി അവരെ നമുക്ക് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പറഞ്ഞ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ ഈ രംഗം വളരെ വിഷമിക്കും. സത്യം പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. കോട്ടയം ജില്ലയ്ക്ക് അപ്പുറവും ഇപ്പുറവും കേരളത്തിലൊട്ടാകെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ
ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച് തന്നെ പോകുന്നു എന്നാണ്. ആർക്കു വേണ്ടിയാണ് ഒരു ഗവൺമെന്റ്? ഒരു ഗവൺമെന്റ് സ്വാഭാവികമായും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ ശ്രമിക്കുന്നത്. അതിനു പകരം നല്ല സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു രംഗം തകർത്ത് തരിപ്പണമാക്കി അതിന്റെ പേരിൽ നിന്ന് നൃത്തമാടുന്ന ആളുകൾ, ഭരണാധികാരികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കണം. സാഡിസ്റ്റ് മനോഭാവം ഈ രംഗത്തുണ്ടായിപ്പോരാ. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവനൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ എന്നൊരു മട്ടോടുകൂടി സാഡിസ്റ്റ് മനോഭാവം എടുക്കുന്നത് ഈ രംഗത്തെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. ശയനപ്രതിഷ്ഠണം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ അഭിവാദ്യം നേരുകയാണ്. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഒരുമിച്ച് ഉന്നയിക്കുന്ന ആവശ്യം 10-ാം തീയതി നിയമസഭ ആരംഭിക്കുമ്പോൾ ആ നിയമസഭയ്ക്കകത്ത് ഇത് മുഴങ്ങുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനവും ചെയ്യുകയും ചെയ്ത ആദരണീയനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ അവർക്ക് ഈ സംയുക്ത സമരസമിതിയുടെ പേരിലും സംഘടനയുടെ പേരിലും ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ